നമസ്കാരം. സഹാർ റേസ് പ്രസിൻ്റെ ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ആർട്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ കലാരൂപങ്ങളിൽ ആദ്യം പഠിക്കേണ്ട ഒരു കലാരൂപത്തിൻ്റെ പേര് കൂടിയാട്ടം എന്നാണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങളോട് പറയാണ്, ഈ കലാരൂപം ഇന്നുണ്ടായെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചോ ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ വിവരണങ്ങളില്ല. അത്രയേറെ പഴക്കമുള്ള, നമുക്ക് അറിയാം, സംസ്കൃത ഭാഷയെക്കുറിച്ച് വളരെ കാര്യമായിട്ടുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംസ്കൃത ഭാഷയിൽ തന്നെയുള്ള ലോകത്തിലെ ഏറ്റവും, ഞാൻ വീണ്ടും പറയുന്നു, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കൃത നാടകവേദിയാണ് കൂടിയാട്ടം. നമ്മൾ ആ നാടകവേദിയെക്കുറിച്ച് സമഗ്രമായി നമുക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ചേർത്തുകൊണ്ട് ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സിലേക്ക് പോവാണ്. എല്ലാ തവണയും നമ്മൾ ചെയ്യുന്നത് പോലെ പ്രീവിയസ് ചോദ്യങ്ങൾ കണ്ടുകൊണ്ട് തുടങ്ങുകയാണ്. ആൻസറുകൾ നമുക്ക് പിന്നീട് പറയാം. നോക്കുക, ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിൻ്റെ പേര് കൂടിയാട്ടമാണോ, കഥകളിയാണോ, ഓട്ടംതുള്ളലാണോ, കേരള നടനമാണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. നോക്കുക, 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷൻ നോക്കുക, അതിപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത്, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. കേരള നടനം ചിന്നത്തമ്പി പിള്ള, യക്ഷഗാനം ഗുരു ഗോപിനാഥ്, ചവിട്ടുനാടകം ഗുരു മാണി മാധവ ചാക്യാർ, കൂടിയാട്ടം പാർത്തി സുബ്ബ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സുബ്ബയ്യ എന്നാണ്, പാർത്തി സുബ്ബ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മാച്ച് ദ ഫോളോയിങ് എന്ത് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ്, ഗുരു ഗോപിനാഥ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്. നൃത്തരൂപത്തിൻ്റെ പേര് ഏതാണെന്ന് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ലെജൻഡറി മലയാളം പോയിറ്റ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രസ്താവന എന്താണെന്ന് നമ്മൾ പരിശോധിക്കാൻ പോവാണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 43/2026 ഡിഗ്രി ഫിലിംസിൻ്റെ 1ാമത്തെ സ്റ്റേജിൽ 2026 ചോദിച്ച ചോദ്യമാണ് ഈ കാണുന്നത്. ഇമ്പോർട്ടൻസ് കൂടുതലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം കേൾക്കുക. 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കുഞ്ചൻ നമ്പ്യാർ ദ 18th century architect of tullal art form is celebrated as people's poet of integrating sharp social criticism with humor in his compositions എന്നാണ്. അതായത് ഇതിൽ പറയുന്നതനുസരിച്ച് കുഞ്ചൻ നമ്പ്യാർ 18ാം നൂറ്റാണ്ടിൽ തന്നെ തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവായി. അദ്ദേഹം ജനകീയ കവി എന്ന് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടു. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് അന്ന് സമകാലീന സംഭവങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വിമർശനത്തിൻ്റെ രൂപത്തിൽ, ഹാസ്യത്തിൻ്റെ രൂപത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് ഒരുപോലെ അല്ലെങ്കിൽ അതിനെ ചേർത്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2ാമത്തത്, പി ഗോവിന്ദപിള്ള ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് ഹിസ്റ്റോറിയൻ ഓഫ് മലയാളം. പി ഗോവിന്ദപിള്ളയാണ് കേരളത്തിലെ ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് ഹിസ്റ്റോറിയൻ, അതായത് ഭാഷാടിസ്ഥാനത്തിൽ ഭാഷാപരമായിട്ടുള്ള ചരിത്രകാരനായിട്ട് അറിയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് കുഞ്ചൻ നമ്പ്യാരുടെ, അതായത് വാസ് ദ ഫസ്റ്റ് ടു കാറ്റലോഗ് നമ്പ്യാർസ് വർക്ക് ഐഡൻറ്റിഫൈയിങ് എക്സാക്ട്ലി 60 തുള്ളൽ കമ്പോസിഷൻ ഈസ് ഇനിഷ്യൽ ലിസ്റ്റ് എന്നാണ്. അതായത് പി ഗോവിന്ദപിള്ള കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളെ സമാഹരിക്കാനുള്ളൊരു ശ്രമം നടത്തി. ആ സമാഹരണത്തിനുള്ള ആദ്യ ശ്രമത്തിൽ ഇദ്ദേഹത്തിന് 60ഓളം കൃതികളാണ്, തുള്ളൽ കൃതികളാണ് കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ട് ലഭിച്ചതെന്നാണ് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. കേട്ടോ, ഇവിടെ അടുത്ത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ദ നമ്പർ ഓഫ് വർക്സ് ആട്രിബ്യൂട്ടഡ് ടു നമ്പ്യാർ എക്സ്പാൻഡഡ് ഓവർ ടൈം ത്രൂ ദ വേരിയസ് പബ്ലിക്കേഷൻ ഇൻക്ലൂഡിംഗ് ദ ഇൻക്ലൂഷൻ ഓഫ് സുന്ദോപാഖ്യാനം ഫൗണ്ടഡ് ബൈ സാഹിത്യ പഞ്ചാനൻ. അതായത് ഇവിടെ പറയുന്നതനുസരിച്ച് ഇങ്ങനെയാണ്. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് പി കെ നാരായണപിള്ളയാണ്. ആ പി കെ നാരായണപിള്ള കണ്ടെത്തിയ സുന്ദോപാഖ്യാനം ഉൾപ്പെടെയുള്ള കൃതികൾ കണ്ടെത്തുമ്പോൾ, മറ്റ് കൃതികളിലും ഇതിനാസ്പദമായി കണ്ടെത്തുമ്പോൾ, കുഞ്ചൻ നമ്പ്യാർക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ എഴുതപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾക്ക് കൂടുതൽ എണ്ണം വർദ്ധിക്കുന്നതായിട്ടാണ് ഈ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് ശരിയെന്നാണ്? 1ഉം 2ഉം ആണോ, അതോ 1ഉം 3ഉം ആണോ, അതോ 2ഉം 3ഉം ആണോ, അതോ എല്ലാം ശരിയാണോ എന്നുള്ളതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ക്ലാസ്സിൽ, അതായത് ഇത്രയും ഇപ്പോൾ പറഞ്ഞത് പ്രീവിയസ് ചോദ്യങ്ങളാണ്. അടുത്ത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കൂടിയാട്ടമാണ്. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ.
കൂടിയാട്ടം നിങ്ങൾ ഒരു സ്റ്റേജിൽ കാണുകയാണെന്ന് വിചാരിക്കുക. ആ സ്റ്റേജിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം, ഇതൊരു സംസ്കൃത നാടക വേദിയാണ്. സംസ്കൃതമാണ് ഇതിനകത്തുള്ളത്. സംസ്കൃതമാണ് ഇതിനകത്തുള്ളതെങ്കിലും ഇതിനകത്ത് മലയാളം പറയുന്നുണ്ട്. മലയാളം പറയുന്നത് ഒരു കഥാപാത്രം മാത്രമാണ്. സ്ത്രീകൾ പ്രാകൃത ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സംസ്കൃത നാടകമാണെന്ന് പറയുമ്പോഴേ സംസ്കൃതത്തിൻ്റെക്ക് മുഴുവനായിട്ട് ഫോക്കസ് ചെയ്ത് കളയരുത്. ഇങ്ങനൊരു കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, നോക്കാനുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാമല്ലോ. കൂടിയാട്ടം ഈസ് ദ ഓൺലി ആൻഷ്യന്റ് സാൻസ്കൃത് തിയേറ്റർ ഫ്രം ദാറ്റ് സ്റ്റിൽ സർവൈവ്സ് ടുഡേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടിയാട്ടം ഈസ് ദ ഓൺലി ആൻഷ്യന്റ് സാൻസ്കൃത് തിയേറ്റർ ഫ്രം സ്റ്റിൽ സർവൈവ് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ പറയുന്നത് ആൻഷ്യന്റ് സാൻസ്കൃത് തിയേറ്റേഴ്സിൽ, അതായത് പുരാതന സംസ്കൃത നാടകങ്ങളിൽ അല്ലെങ്കിൽ നാടക വേദികളിൽ അല്ലെങ്കിൽ വേദികളിൽ ഇന്നും തുടരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതായത് ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത നാടക വേദി ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? കൂടിയാട്ടമാണ്. അതിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ ആണല്ലോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും കൂടുതൽ കലകളിൽ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം കൂടിയാട്ടത്തിനെ കുറിച്ചാണ്. അതിനകത്ത് ഒരു സംശയവും ഉണ്ടാവരുത്. അടുത്തത്, ബിക്കോസ് കൂടിയാട്ടം ഗീവ്സ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ടു ദ ആർട്ട് ഓഫ് ആക്ടിങ് അഭിനയ ദാൻ ടു ഡാൻസ്, ഇറ്റ് ഈസ് ഡിസ്ക്രൈബ് ആസ് ദ മദർ ഓഫ് ആക്ടിങ് എന്നിവിടെ കൊടുത്തിരിക്കുകയാണ്. അതായത് കൂടിയാട്ടം ഗീവ്സ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ടു ദ ആർട്ട് ഓഫ് ആക്ടിങ് എന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആക്ടിങ് എന്നിവിടെ പറയുന്നു. അഭിനയത്തിന് ഇമ്പോർട്ടൻസ്, അതായത് ഡാൻസിനേക്കാളും ഇമ്പോർട്ടൻസ് അഭിനയത്തിന് കൊടുക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ദ മദർ ഓഫ് ആക്ടിങ് എന്നാണ്. ദ മദർ ഓഫ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ അഭിനയത്തിൻ്റെ അമ്മ എന്നാണ്. അഭിനയത്തിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കഥകളിയുണ്ട്, മോഹിനിയാട്ടമുണ്ട്, കുച്ചിപ്പുടിയുണ്ട്. ഇനി അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കേരളത്തിൻ്റെതായിട്ടുള്ള ഏതെടുത്താലും, കുച്ചിപ്പുടിയൊന്നും കേരളത്തിൻ്റെ അല്ലെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി ഏത് കലാരൂപം എടുത്താലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതിൻ്റെ എല്ലാം തുടക്കം ആരാണ്? കൂടിയാട്ടമാണ്. കാരണം അത്രയ്ക്ക് പഴക്കമുള്ള കലാരൂപമാണ് ഏത്? കൂടിയാട്ടം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത്രയ്ക്ക് പഴക്കമുള്ളതാണ് ഏത്? കൂടിയാട്ടം. അടുത്ത് കേൾക്കുക, ഈ നമ്മൾ ഇവിടെ പറഞ്ഞത് അഭിനയത്തിൻ്റെ അമ്മ എന്നാണ്. എന്നാൽ കലകൾ എടുത്താൽ കലകളുടെ മുത്തശ്ശി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അമ്മ എന്നുള്ള ടേം മറക്കരുത്. അടുത്തത് മുത്തശ്ശി എന്നുള്ള ടേം മറക്കരുത്. ഈ രണ്ട് ടേം വെച്ച് എനിക്ക് കുറേ ചോദ്യങ്ങൾ പറഞ്ഞു തന്നെ. അഭിനയത്തിൻ്റെ അമ്മ പറഞ്ഞോ അഭിനയത്തിൻ്റെ അമ്മ, കലകളുടെ മുത്തശ്ശി. അഭിനയത്തിൻ്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്ന് നമ്മളിവിടെ പറഞ്ഞു. അടുത്തതാ, ദ മീനിങ് ഓഫ് ദ വേർഡ് കൂടിയാട്ടം കമ്പൈൻഡ് ആക്ടിങ് പെർഫോംഡ് ടുഗദർ എന്നാണ്. അതായത് ശ്രദ്ധിച്ച് കേൾക്കുക, കൂടിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ വാക്ക് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിനും പിന്നിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിൽ കൂടിയാട്ടത്തിൽ അഭിനയമുണ്ടോ? അഭിനയമുണ്ട്. ഡാൻസ് ഉണ്ടോ? ഡാൻസും ഉണ്ട്. അടുത്തത്, ഇതിനകത്ത് കഥയുണ്ടോ? കഥയുണ്ട്. സാഹിത്യമാണോ? കഥയുണ്ട്. അടുത്ത കോസ്റ്റ്യൂമുണ്ടോ? കോസ്റ്റ്യൂമുണ്ട്. ചമയുണ്ടോ? ചമയുണ്ട്. വാദ്യങ്ങളുണ്ടോ? വാദ്യങ്ങളുണ്ട്. പാട്ടുണ്ട്. സംഭാഷണമുണ്ടോ? സംഭാഷണമുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്ന് ചേരുന്നത് കൊണ്ടാണ് കൂടുന്ന ആട്ടം എന്ന് വിളിക്കുന്നത്. ആട്ടം എന്ന് വെച്ചാൽ അവതരണം എന്നാണ്. പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രസന്റേഷൻ എന്ന് വിളിക്കുന്നതാണ് ആട്ടം. മറന്നു പോരുത്, ഇതാണ് ആട്ടം. മനസ്സിലായല്ലോ? ഇത് വളരെ പ്രധാനമാണ്. വാക്കിൻ്റെ മീനിങ് ആണ് നമ്മൾ കൂടിയാട്ടം എന്ന് വിളിക്കുന്നത്. ഇത് ഒരു വിഭാഗം പറയുന്നത് ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം. എങ്കിലും നിങ്ങൾ അറിയുക, ഈ കൂടിയാട്ടം ആദ്യകാലത്ത്, ഇന്നത്തെ കാലത്തല്ല, ആദ്യകാലത്ത് ഉണ്ടായിരിക്കുമ്പോൾ അത് അവതരിപ്പിക്കുന്ന പുരുഷന്മാരായ കഥാപാത്രത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? വിളിക്കുന്നത് എങ്ങനെയാ? ആ കഥാപാത്രത്തിനെ നാം അവതരിപ്പിക്കുന്ന ആ വംശത്തിനെ, ആ ജാതിയെ വിളിക്കുന്ന പേര് ചാക്യാർ എന്നാണ്. സ്ത്രീകളാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ സ്ത്രീകളുടെ ജാതിയെ വിളിക്കുന്ന പേര് നങ്ങിയാരെന്നാണ്. ഇനി ഇവിടെ ഇരുന്ന് മിഴാവ് വായിക്കുന്ന ഒരാളുണ്ടാവും. ആ മിഴാവ് വായിക്കുന്ന ആളിൻ്റെ ജാതി അന്ന് വംശം നമ്പ്യാരാണ്. അപ്പം നോക്കുക, ചാക്യാരും നങ്ങിയാരും നമ്പ്യാരും കൂടിച്ചേർന്ന് അവതരിപ്പിക്കുന്നു. ഇതുമേതാണ്? കൂടിയാട്ടം എന്നുള്ള പേരിന് കാരണമാണ് എന്നാണ് പറയപ്പെടുന്നത്. ചരിത്രകാരന്മാർ പല രീതിയിൽ പറയുന്നുണ്ട്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം,
എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയിരുന്നു അത്. നോക്കുക, ദ 4 മോഡൽസ് ഓഫ് എക്സ്പ്രഷൻ മെൻഷൻഡ് ഇൻ ദ നാട്യശാസ്ത്ര എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഥകളിയുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഏത് ഈ പറയുന്ന അനുസരിച്ച് നാട്യശാസ്ത്രം, ആരുടെ നാട്യശാസ്ത്രം? അതെ, ഭരതമുനിയുടെ നാട്യശാസ്ത്രം. അതിൽ പറയുന്ന 4 തരത്തിലുള്ള അഭിനയങ്ങളാണ് ആംഗികം, വാചികം, സാത്വികം ആൻഡ് ആഹാര്യ എന്ന് കൊടുത്തിട്ടുണ്ട്. 4 തരത്തിലുള്ള അഭിനയ ഭാവങ്ങൾ. 4 എന്ന് പറഞ്ഞാൽ ചതുർവേദ അഭിനയ ഭാവങ്ങൾ. ഏതൊക്കെയാണ്? ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എന്നാണ്. കേൾക്കുക. ഇനി നമ്മളിവിടെ പറയുന്നു എന്താണ് ഈ 4 അവതരണ അല്ലെങ്കിൽ ഈ പറയുന്ന 4 അഭിനയ ഭാവങ്ങൾ. ആംഗികം എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗ്യം കാണിക്കാന്ന് ഓർമ്മിച്ചാൽ മതി. കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ പുരികം കൊണ്ടോ കണ്ണുകൊണ്ടോ വായ കൊണ്ടോ അങ്ങനെയുള്ള ശരീരത്തിൻ്റെ ഏത് ഭാഗം കൊണ്ടെങ്കിലും നമ്മൾ അവതരിപ്പിക്കുന്നതിനെ വിളിക്കുന്നത് ആംഗികം എന്നാണ്. വാചികം എന്ന് വെച്ചാൽ സംഭാഷണമാണ്, പാട്ടാണ്, ശ്ലോകങ്ങളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വാചികം. വാചകം എന്നൊക്കെ നമ്മൾ ഓർമ്മിച്ചാൽ മതി. സാത്വികം എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ഭാവം കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നു. ആഹാരം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം, ചമയം, ആഭരണങ്ങൾ, കിരീടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മക്കളെ കേട്ടോ, ഇതിനകത്ത് ഈ 4 കൂടി ചേർന്നിരിക്കുന്നതാണ് കൂടിയാട്ടത്തിൽ. ഇതാണ് പ്രത്യേകത. കാര്യം എന്താണെന്നൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനകത്ത് പാടി അഭിനയിക്കുന്നവരാണ്, സംസാരിച്ച് അഭിനയിക്കുന്നവരാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ കാണുന്ന 4 കൂടെ ചേർന്നിരിക്കുന്നതാണ് കൂടിയാട്ടത്തിൽ. എൻ്റെ ചോദ്യം ശ്രദ്ധിക്കുക, ഇതിനകത്ത് കഥകളിയിലില്ലാത്തത് ഈ 4 ഏതാണ്? കഥകളിയിലില്ലാത്തത് ഈ 4 ഏതാണ് എന്ന് ചോദിച്ചാൽ അതേതാണ്? വാചികം കഥകളിയിലില്ല. കഥകളിയിൽ പാട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അവതരിപ്പിക്കുന്ന ആള് എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലോട്ട് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ഇതാണ് നമ്മൾ കാണുന്ന 4 ഓപ്ഷൻസ്. ഓക്കെ ആണല്ലോ, മാറിപ്പോവരുത്. ഓക്കെ, നെക്സ്റ്റ്. കൂടിയാട്ടം ഇൻക്ലൂഡ്സ് എലാബറേറ്റ് ആക്ടിംഗ് യൂസിങ് ഹാൻഡ് ജെസ്റ്റേഴ്സ്, ഹസ്തമുദ്ര അലോങ് വിത്ത് സ്പെഷ്യൽ ടെക്നിക് സച്ചാസ് ഇളകിയാട്ടം, പകർന്നാട്ടം ആൻഡ് ഇരുന്നാട്ടം എന്നിവിടെ കൊടുത്തിരിക്കുന്നു. നോക്കുക, ഈ കൂടിയാട്ടം ഇലാബറേറ്റ് ആക്ടിങ് യൂസിങ് ഹാൻഡ് ജെസ്റ്റേഴ്സ്, ഹസ്തമുദ്ര എന്ന് പറഞ്ഞാൽ കൈമുദ്ര ഉപയോഗിച്ച് തന്നെയാണ് ഇതിനകത്തും പ്രധാനമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇന്ന്, അതായത് ആദ്യകാലത്ത് അല്ല, ഭാവിയിൽ വരുന്ന വഴിയിൽ ഇതിനകത്തും നമ്മൾ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഹസ്തലക്ഷണ ദീപിക ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. അത് പിന്നീട് വന്നതാണ്. അതായത് കഥകളിയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ഇതിനകത്ത് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അടുത്ത് നോക്കുക, ഇവിടെ പറയുന്നുണ്ട് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്സിനെ നമ്മൾ വിളിക്കുന്ന പേര് നോക്കുക. ഈ 3 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഇളകിയാട്ടം, പകർന്നാട്ടം, ഇരുന്നാട്ടം. ഇളകിയാട്ടം, പകർന്നാട്ടം, ഇരുന്നാട്ടം. ഈ 3 ആട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ചാക്യാരെയും നങ്ങിയാരെയൊക്കെ കാണുകയാണല്ലോ. ആ സ്റ്റേജിൽ കാണുമ്പോൾ അതിൽ ആദ്യം നമുക്ക് ഇളകിയാട്ടം എടുക്കാം. ഇളകിയാട്ടം എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ ഒന്നുമില്ല. ഒരു വികാരഭരിതമാകുന്ന ഒരു സീനിൽ, ഒരു യുദ്ധം അവതരിപ്പിക്കുന്ന ഒരു സീനിൽ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സീൻ എടുക്കുക. ആ സീനിൽ അവതരിപ്പിക്കുന്ന ആളിന് ആ സ്റ്റേജ് മുഴുവൻ കിട്ടുകയാണ്. ആ ആളിനെ ആ സ്റ്റേജ് മുഴുവൻ എടുത്ത് അങ്ങനെ മറന്ന് അഭിനയിക്കാനും അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനും ജനങ്ങളോട് സംവദിക്കാനും കിട്ടുന്ന അവസരം, ഇതിനെ വിളിക്കുന്ന പേരാണ് ഇളകിയാട്ടം എന്ന് വിളിക്കുന്നത്. അടുത്തത് പകർന്നാട്ടം എന്നാണ്. പകർന്നാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാരക്ടർ, അതായത് ഇപ്പം ഞാനൊരു ക്യാരക്ടറാണ്, ഞാൻ തന്നെയാണ് ഇവിടെ ഒരു വലിയൊരു പുരുഷനായിട്ട് ഒരു ക്യാരക്ടറായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. ഈ ഞാൻ തന്നെ തിരിഞ്ഞു നിന്ന് എന്ത് ചെയ്യും, അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ ആയിട്ടോ ഞാൻ തന്നെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തി, കഥാപാത്രം ഒരു വ്യക്തി പല കഥാപാത്രങ്ങളായി ഒരു സമയം മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പകർന്നാട്ടം എന്ന് വിളിക്കുന്നത്. അടുത്ത ഇരുന്നാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ വിചാരിക്കും എവിടെയെങ്കിലും ഒരു സ്റ്റൂൾ ഇട്ടിരിക്കുക. മനസ്സിലായല്ലോ മക്കളെ, സ്റ്റൂൾ ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വാക്ക് കറക്റ്റാണ്. സ്റ്റൂള്, പീഠമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് സ്കൂൾ കലോത്സവങ്ങൾ കണ്ടിട്ടുണ്ട്. ചെന്നപ്പോൾ അവിടെ ചെന്നിട്ട് എന്താണ്, ഒരു സ്റ്റൂളിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്
അത് തൊട്ട് നെറ്റിയിൽ വെച്ചിട്ട് ആ സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇട്ടിട്ട് അവിടെ അങ്ങ് ഇരുന്നിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇരുന്ന് അവതരിപ്പിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇരുന്ന് അവതരിപ്പിക്കുമ്പോൾ കാലുകൾക്ക് വേറെ ചലനമൊന്നുമില്ല, പിന്നെ എന്താ ഉള്ളത്? കൈകൾക്കും ആ മുഖത്തിനും ശരീരത്തിനും മാത്രമാണ് ആകെ ചലനമുള്ളത്. അങ്ങനെ അവതരിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇരുന്നാട്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ എത്രയോ കൊല്ലം മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കൂടിയാട്ടം. അപ്പോൾ അതിനകത്തുള്ള നമ്മൾ സ്പെഷ്യൽ ആക്ടിങ് ടെക്നിക്സിനെ വിളിക്കുന്നതാണ് ഇളകിയാട്ടം, പകർന്നാട്ടം, ഇരുന്നാട്ടം തുടങ്ങിയിട്ടുള്ള പേരുകളിൽ നമ്മൾ വിളിക്കുന്നത്. മക്കളെ സംശയം ഉണ്ടാവരുതേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കിയേ, കൂടിയാട്ടം ഈസ് ദ ഓൾഡസ്റ്റ് സ്റ്റേജ് ഓഫ് ആർട്ട് ഓഫ് കേരള എന്നാണ്. കൂടിയാട്ടമാണ് ഞാൻ പറഞ്ഞു ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം നിന്ന സംസ്കൃത നാടകവേദിയാണ്. എന്നാൽ ഒരു വേദി കിട്ടുകയാണെന്ന് വിചാരിച്ചാൽ ഒരു സ്റ്റേജ് ആർട്ട് എന്നുള്ള ലെവലിൽ കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ളത് ആർക്ക് തന്നെയാണ്? കൂടിയാട്ടത്തിന് തന്നെയാണ്. കൂടിയാട്ടത്തിൻ്റെ പഴക്കമാണ് നമ്മൾ പറഞ്ഞില്ലേ, കലകളുടെ മുത്തശ്ശി, അഭിനയത്തിൻ്റെ അമ്മ, ഇതെല്ലാം വിളിക്കാനുള്ള കാര്യം എന്താണ്? ഇത് തന്നെയാണ് കേട്ടോ, പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അടുത്തത്, കൂടിയാട്ടം ഈസ് പെർഫോംഡ് ഓൺ സ്റ്റേജ് കാൾഡ് കൂത്തമ്പലം ലൊക്കേറ്റഡ് വിത്ത് ടെമ്പിൾ പ്രമിസിസ് എന്നാണ്. എല്ലാവരും നോക്കുക, കൂടിയാട്ടം ഒരു ക്ഷേത്രകലയാണോ അല്ലയോ? നിങ്ങളൊരു ആൻസർ പറഞ്ഞ്. 2 ആൻസറുണ്ട്, ആണ് അല്ല. അപ്പോൾ അതിനകത്ത് ഒരു ആൻസർ പറഞ്ഞ് ആണോ അല്ലയോ, ആണോ അല്ലയോ, പറഞ്ഞോ ഏതാണ്? ഇതാ കേട്ടോ, ഇതൊരു ക്ഷേത്രകലയാണ്. കാരണം ആദ്യകാലത്ത് ഇത് ക്ഷേത്രകലയാണ്. മനസ്സിലായല്ലോ. ഇന്ന് ക്ഷേത്രകലയൊന്നുമല്ല, എങ്കിലും ക്ഷേത്രകല അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ക്ഷേത്രത്തിന് പുറത്ത് അവതരിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. ക്ഷേത്രകല തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്ഷേത്രകലയല്ലേ ഏത് കൂടിയാട്ടം ആണേ. അതുകൊണ്ട് പറയാണ് ഇതിനെ അവതരിപ്പിച്ചിരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കൂത്തമ്പലം. ഈ കൂത്തമ്പലം എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും? കൂത്തമ്പലം എന്താണെന്ന് ഞാൻ അടുത്ത് പറയാൻ പോവാണ് കേട്ടോ. സാധാരണ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ നിർമ്മിക്കുന്ന ഒരു മണ്ഡപം, ആ മണ്ഡപത്തിനെ വിളിക്കുന്ന പേരാണ് കൂത്തമ്പലം. അതായത് ഇന്നത്തെ നമുക്ക് പറയുന്ന ഒരു മിനി ഹാളെന്നൊക്കെ പറയൂലേ, അതേപോലെ നിർമ്മിക്കും. ക്ഷേത്രം നിർമ്മിക്കുന്നത് പോലെ നിർമ്മിക്കുന്ന ഒന്നാണ്. സാധാരണ ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിശകളിലായിട്ടാണ് നിർമ്മിക്കുന്നത്. അതിനുള്ളൊരു വാസ്തുപരമായിട്ടുള്ള രീതിയാണ്, കീഴ്വഴക്കാണ്. അത് മിക്കവാറും ഈ കൂടിയാട്ടമൊക്കെ അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ, മിക്കവാറുള്ള സ്ഥലങ്ങളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കായിട്ട് ഈ സ്റ്റേജ് നിർമ്മിച്ചിട്ട് പുറത്ത് വന്നിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. നമ്മളെ നാട്ടിൽ ആ പരിപാടിയില്ല. എവിടെയെങ്കിലും സ്റ്റേജ് ഹൈറ്റിനുണ്ടാവും. ആ ഹൈറ്റിന് കുറേ മുമ്പിലായിട്ട് കുറേ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യും? ഈ കൂത്തമ്പലം നിർമ്മിക്കും. ഇതാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ളത് ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റേജ് കുറച്ച് ഉയരത്തിലായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ കൂത്തമ്പലത്തിൽ ഉയരമുള്ള ഭാഗം, ആ ഉയരമുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രംഗപീഠം. വാക്ക് മറന്നുകൊണ്ട എന്താ പേര്? രംഗപീഠം. കൂത്തമ്പലത്തിൽ ഉയരമുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേര് രംഗപീഠം. ഇനി കേട്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ നമ്മൾ കൂടിയാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദ്യോപകരണത്തിൻ്റെ പേര് മിഴാവെന്നാണ്. മിഴാവ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? മിഴാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പഠിക്കാം. വലിയ കുടമാണ്. ഈ വലിയ കുടം എന്ന് പറഞ്ഞാൽ അത് മണ്ണ് കൊണ്ടോ ചെമ്പ് കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന കുടമായിരിക്കും. ആ കുടത്തിൻ്റെ വായവട്ടം കുറവായിരിക്കും. ആ വായവട്ടത്തിൽ കുട്ടിക്കാളയുടെയോ പോത്തിൻ്റെയോ തുകൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്കിൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കവർ ചെയ്ത് വെച്ചിട്ട് അതിൽ കൈയുടെ വിരൽ കൊണ്ടോ കൈയുടെ തണ്ട കൊണ്ടോ അടിച്ച് സൗണ്ട് ഉണ്ടാക്കും. ഇതാണ് മിഴാവ്. ആ മിഴാവ് ഒരാളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് അയാൾ ഈ കൊട്ടുന്നത്. അയാൾക്ക് ഇരിക്കാനും മിഴാവ് വയ്ക്കാനും വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലം ഉണ്ടാവും കൂത്തമ്പലത്തിൽ. ആ സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അടുത്തുള്ളത് മിഴവാണ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മിഴവാണ എന്ന് പറഞ്ഞാൽ മിഴാവ് ആണത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് രംഗപീഠവും മിഴവാണയും. അപ്പം മറന്നുകൊണ്ട, കൂത്തമ്പലം എന്ന് വെച്ചാൽ എന്താണ്? ക്ഷേത്രങ്ങളോട് ചേർന്ന് നിർമ്മിച്ചിരുന്നതാണ്. ഉയരമുള്ള ഭാഗമാണ് രംഗപീഠം. മിഴവാണ എന്താണെന്നും ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അടുത്ത കേൾക്കുക, ദ മെയിൻ പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ കൂടിയാട്ടം ദ മിഴാവ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇത് മിഴാവ് കേട്ടോ. മക്കളെ ശ്രദ്ധിക്കുക, ഇതിൽ മിഴാവെന്ന് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഈ മിഴാവിനെ കുറിച്ച് വരാനിടയുള്ള
കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ടോപ്പിക്കായിട്ട് ഇതിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. കേൾക്കുക. മിഴാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു, കുറച്ച് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ മിഴാവ് അത് ഭയങ്കര, അതായത് നമ്മൾ നോക്കുമ്പോൾ മിഴാവ് ചെറുതൊരു സാധനമാണ്, പക്ഷേ ഇതും കൊണ്ട് നടക്കാൻ വലിയ പാടാണ്. ഈ മിഴാവ് ഉണ്ടാക്കിയെടുക്കണത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഉണ്ടാക്കിയെടുക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ ഞാനായിട്ട്, അതായത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചറിഞ്ഞതാണ്. നിങ്ങൾ കേൾക്കേണ്ട കാര്യം ഇത്രയാണ്. ഒന്ന്, മിഴാവിനെ ആദ്യം നമ്മൾ അറിയേണ്ടത് മിഴാവ് വായിക്കുന്ന ആൾ. ആ മിഴാവ് വായിക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിഴാവച്ചൻ. മിഴാവച്ചൻ. മിഴാവച്ചൻ എന്ന് പറഞ്ഞാൽ മിഴാവ് വായിക്കുന്ന ആളിനെ വിളിക്കുന്ന പേര് മിഴാവച്ചൻ. മിഴാവ് വായിക്കുന്നവരുടെ ജാതി ചോദിച്ചാൽ, വംശം ചോദിച്ചാൽ, ആ വംശത്തിൻ്റെ പേരാണ് ഏത്? നമ്പ്യാർ വിഭാഗത്തിൽ പെടുന്നവരാണ് ഇത് എന്ത് ചെയ്യുന്നത്? വായിക്കുന്നത്. ഓക്കെ ആണല്ലോ, മാറിപ്പോവരുത്. ഞാനിവിടെ പറഞ്ഞു ഈ മിഴാവിന് മറ്റൊരു വിശേഷണമുണ്ട്. ആ വിശേഷണത്തിൻ്റെ പേരാണ് കുടുമ തൊട്ടവൻ. എന്താ വിളിക്കുന്നത്? കുടുമ തൊട്ടവൻ. കുടുമ തൊട്ടവൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? മിഴാവിനെയാണ്. അത് മാത്രമല്ല, ഇതിന് മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഇത് ഒരു ബ്രഹ്മചര്യ സങ്കല്പമുള്ള വാദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് നടക്കുന്നത് പോലെയാണ് ഈ മിഴാവച്ചൻ അല്ലെങ്കിൽ നമ്പ്യാർ ഈ മിഴാവിനെ കൊണ്ട് നടക്കുന്നത്. അഥവാ ഒരു മിഴാവ് പെട്ടെന്ന് നമ്മുടെ കയ്യിലിരുന്ന് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ അതിനെ ഒരു മനുഷ്യനെ, അതായത് നമ്മൾ ഒരു ഹിന്ദു മതത്തിൽ ഒരു മനുഷ്യനെ എങ്ങനെയാണോ അടക്കം ചെയ്യുന്നത്, ദഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്, അതേപോലെയുള്ള എല്ലാ കർമ്മങ്ങളും ആർക്ക് ചെയ്യും? ഈ മിഴാവിന് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ദൈവികമായിട്ടാണ്, എന്ത് ശുദ്ധിയോടും വൃത്തിയോടും കൂടിയാണ് ഇതിനെ ഇവർ വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനൊരു സാധനമാണ് ഈ പറഞ്ഞ വാദ്യം. അപ്പോൾ മറന്നുകൊണ്ടാ മിഴാവ്. മിഴാവെന്ന് പറഞ്ഞാൽ മിഴാവച്ചൻ ആരാണ്? കുടുമ തൊട്ടവൻ. മിഴാവച്ചൻ എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുന്ന ആളാണ്, നമ്പ്യാരാണ്. കുടുമ തൊട്ടവനെന്ന് നമ്മൾ ഒരാളിനെ വിളിക്കും. അതുപോലെ തന്നെ ബ്രഹ്മചര്യ സങ്കല്പമുള്ള ഒരാളിനെയാണ്. നമ്പ്യാർ വിഭാഗത്തിൽ പെടുന്നവരാണ് സാധാരണ മിഴാവ് എന്ത് ചെയ്യുന്നത്? വായിക്കുന്നത്. അതായത് നിങ്ങൾ ഈ മിഴാവിൻ്റെ കഥ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മിഴാവിൻ്റെ കഥ പറയുമ്പോൾ ഈ മിഴാവ് ഒരു തവണ ചാക്യാർ കൂത്ത്, അതായത് കൂടിയാട്ടത്തിൽ ഈ ചാക്യാരുണ്ടല്ലോ, ചാക്യാർ മാത്രം അവതരിപ്പിക്കുന്ന ഒരു സോളോ പെർഫോമൻസാണ് ചാക്യാർ കൂത്ത്. ആ സമയത്ത് കുഞ്ചൻ നമ്പ്യാർ മിഴാവ് വായിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. മിഴാവ് വായിച്ചുകൊണ്ടിരുന്ന് പുള്ളി ഉറങ്ങിപ്പോയി. കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഈ ചാക്യാർ കൂത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, വേടിയിലോ സരസിലുള്ള ആരെ വേണമെങ്കിലും കളിയാക്കാമല്ലോ. അങ്ങനെ ഈ കുഞ്ചൻ നമ്പ്യാരെ ചാക്യാർ കളിയാക്കി. കുഞ്ചൻ നമ്പ്യാർ അവിടെ നിന്ന് അപ്പോഴ് ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം കുഞ്ചൻ നമ്പ്യാർ ഉണ്ടാക്കിയ കലാരൂപത്തിൻ്റെ പേരാണ് തുള്ളൽ. ടോപ്പിക്കായിട്ട് പറയാം കേട്ടോ നമുക്ക്. ഞാൻ പറഞ്ഞത് ഇതായിരുന്നു കഥ. ഓക്കെ, നെക്സ്റ്റ് കേൾക്കുക. അപ്പാർട്ട് ഫ്രം മിഴാവ്, ഇൻസ്ട്രുമെൻറ്റ് സച്ച് ആസ് ദ ഇടയ്ക്ക, കുറുങ്കുഴൽ, തിമിള ആൾസോ ഇൻ കൂടിയാട്ടം എന്ന് പറയുന്നുണ്ട്. മക്കളെ കേട്ടോളണേ. കൂടിയാട്ടത്തിൽ ഇടയ്ക്കുണ്ട്, കുറുങ്കുഴലുണ്ട്, തിമിലയുണ്ട്, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഏതുമുണ്ട്? മിഴാവുണ്ട്. ശംഖും ഉണ്ടാവാറുണ്ട് കേട്ടോ, ചിലപ്പോൾ ശംഖും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇടയ്ക്ക, കുറുങ്കുഴൽ, തിമില ഇങ്ങനെയുള്ള സാധനങ്ങൾ എവിടെ ഉണ്ടാവാറുണ്ട്? ഈ പറയുന്ന കൂടിയാട്ടത്തിൽ ഉണ്ടാവാറുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. അടുത്തത്, കംപ്ലീറ്റ് പെർഫോമൻസ് ഓഫ് സിംഗിൾ കൂടിയാട്ടം ടേക്ക് അപ് ടു 41 days എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ പൂർണ്ണമായിട്ട് വേണ്ട സമയം എത്രയാണ്? 41 ദിവസമാണ്. മറന്നുകൊണ്ട് 41 ദിവസമാണ് കേട്ടോ. ഒന്ന്, കൂത്തമ്പലത്തിനെ കുറിച്ചും രംഗപീഠം, മിഴവാണ തുടങ്ങിയിട്ടുള്ള വാക്കുകളെ കുറിച്ച് പറഞ്ഞു. മിഴാവിനെ കുറിച്ച് ബ്രഹ്മചര്യ സങ്കല്പം, നമ്പ്യാർ, മിഴാവച്ചൻ, കുടുമ തൊട്ടവൻ തുടങ്ങിയിട്ടുള്ള വാക്കുകളെ കുറിച്ച് പറഞ്ഞു. ഇനി മിഴാവിന് പുറമെ ഇടയ്ക്ക, കുറുങ്കുഴൽ, തിമില ഈ സാധനങ്ങൾ കൂടി, ഈ വാദ്യങ്ങൾ കൂടി ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ 41 ദിവസങ്ങളാണ് വേണ്ടി വരുന്നത്. അടുത്തത്, ദ മെയിൻ റിച്വൽ സെഗ്മെന്റ്സ് ഓഫ് കൂടിയാട്ടം. അരങ്ങ് വിധാനം, മിഴാവ് ഒച്ചപ്പെടുത്തൽ, ഗോഷ്ഠി കാട്ടുക, അക്കിത്തം ചൊല്ലൽ, നന്ദി വർത്തമാനം എന്നാണ്, അരങ്ങു തളിക്കൽ, അത് കഴിഞ്ഞാൽ നിർവഹണം ആൻഡ് മംഗള ശ്ലോകം എന്നാണ്. അതായത് നമ്മൾ ഒരു കൂടിയാട്ടം കാണാൻ ചെന്നിരിക്കുകയാണെങ്കിൽ
അതിൻ്റെ റിച്വൽസ് എന്ന് വെച്ചാൽ ചടങ്ങ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെ, സെഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേൾക്കുക. അരങ്ങ് വിധാനം, സ്റ്റേജ് ഡെക്കറേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞാൽ മിഴാവ് ഒച്ചപ്പെടുത്തൽ. മിഴാവ് ഒച്ചപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ മിഴാവ് നമ്മൾ ട്യൂൺ ചെയ്യാന്ന് പറയും. അതായത് മിഴാവ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ ചെമ്പ് കൊണ്ട് അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച വലിയ കുടങ്ങളാണ്. അതിൻ്റെ വായവട്ടം കുറവായിരിക്കും. ആ വായവട്ടം കുറവായിട്ടുള്ള അതിനകത്തേക്കാണ് നമ്മൾ കുട്ടിപ്പോത്തോ കുട്ടിക്കാളയുടെയോ അതിൻ്റെ സ്കിന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് മാത്രമേ അതിൽ കെട്ടാൻ പറ്റുള്ളൂ. കാരണം മൺകുടമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുടം പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നത് വളരെ സ്ലോവിലാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിന് സൗണ്ട് കെട്ടണമെങ്കിൽ നല്ലതുപോലെ ഇത് നന്നായിട്ടിത് ഇറുകിയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ വിറക് കൊണ്ട് തീയിട്ടിട്ട് കണലുണ്ടാക്കും. കണലുണ്ടാക്കിയിട്ട് ഇതിൻ്റെ നമ്മൾ ഈ കാണുന്ന മിഴാവിൻ്റെ ഒരു ഭാഗം അതിലേക്ക് കാണിക്കുമ്പോൾ മിഴാവിൽ വെച്ചിരിക്കുന്ന ഈ തുകൽ വലുതാവും. കാരണം ചൂടടിക്കുമ്പോൾ. അപ്പോൾ ആ ചൂട് അടിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും വലിച്ചു വയ്ക്കും. എന്നിട്ട് ചൂട് മാറുമ്പോൾ ഇത് ടെമ്പറാവും. അപ്പോൾ നമ്മൾ ഈ കൊട്ടി എന്ത് ചെയ്യും, ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ കഥകളി പറഞ്ഞ പോലെ ചുറ്റുമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യും, ഇന്നിവിടെ എന്തുണ്ട്, കൂടിയാട്ടം ഉണ്ടെന്ന് മനസ്സിലാവും. ഇതിനെയാണ് മിഴാവ് ഒച്ചപ്പെടുത്തലെന്ന് വിളിക്കുന്നത്. ശരിക്കും അതാണ് സംഭവം. അടുത്ത് കേൾക്കുക ഗോഷ്ഠി കാട്ടുക. ഗോഷ്ഠി കാട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിദൂഷകൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. വിദൂഷകൻ്റെ എൻട്രിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഗോഷ്ഠി കാട്ടുക, വിദൂഷകനെ കുറിച്ച് ക്ലാസ്സിൽ പിന്നീട് പറയുന്നുണ്ട്. ഇതാണ് ഗോഷ്ഠി കാട്ടുക എന്നൊരു ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു അക്കിത്തം ചൊല്ലലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ കഥാപാത്രം വന്ന് നടത്തുന്ന പ്രാർത്ഥനയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഈ പറയുന്ന അനുസരിച്ച് ഇങ്ങനെയാണ് വിളിക്കാറുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത് കേൾക്കുക നന്ദി വർത്തമാനം എന്നാണ്. നന്ദി വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരസിലോട്ട് ഇരിക്കുന്ന ആളുകളോട് എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയാണ്. അടുത്തത് അരങ്ങതളിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റൊരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനാണ്, തുടങ്ങാൻ പോവാണ്. അടുത്ത നിർവഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിലെ പ്രധാനപ്പെട്ട കൂടിയാട്ടം കാണുന്നത്. അതാണ് നിർവഹണം എന്ന് വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനമുള്ള ഭാഗമാണ് മംഗളശ്ലോകം. ഇതാണ് കൂടിയാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. നമുക്കൊന്നുകൂടെ നോക്കാമല്ലോ. അരങ്ങ് വിധാനം, മിഴാവ് ഒച്ചപ്പെടുത്തൽ, ഗോഷ്ഠി കാട്ടുക, അക്കിത്തം ചൊല്ലൽ, നന്ദി വർത്തമാനം, അരങ്ങ് തളിക്കൽ, നിർവഹണം, മംഗളശ്ലോകം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണേ. നെക്സ്റ്റ്, ദ ഓൺലി ക്യാരക്ടർ ഇൻ കൂടിയാട്ടം ഹൂ ഹാസ് ദ റൈറ്റ് ടു സ്പീക്ക് ഇൻ മലയാളം ദ വിദൂഷക എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മക്കളെ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന വിദൂഷകനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ ഓൺലി ക്യാരക്ടർ ഇൻ കൂടിയാട്ടം ഹൂ ഹാസ് ദ റൈറ്റ് ടു സ്പീക്ക് ഇൻ മലയാളം ദ വിദൂഷക എന്നിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിനകത്ത് പറയപ്പെടുന്ന ഒരു ഭാഗമാണ്, അതിലേക്ക് വരികയാണ് കേട്ടോ. നോക്ക്, വിദൂഷകനാണ് ആദ്യം കൂടിയാട്ടത്തിൽ വരുന്ന ആൾ. നോർമലി നമ്മളൊരു വിദൂഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു മലയാള നാടകത്തിൽ സൂത്രധാരൻ എന്നൊക്കെ പറയുമല്ലോ. പുള്ളി വന്നിട്ടാണ് കഥയെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറയുന്നത്, നമ്മളെ ചിരിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ കൂടിയാട്ടത്തിൽ ആദ്യം വരുന്ന കഥാപാത്രത്തിൻ്റെ പേര് വിദൂഷകനാണ്. ഈ വിദൂഷകൻ വന്നിട്ട് പുള്ളി ആദ്യം വന്ന് മലയാളത്തിലല്ല പറയുന്നത്, ആദ്യം സംസ്കൃത ശ്ലോകം ഉറക്കെ പറയും. അപ്പോൾ ലാംഗ്വേജ് സംസ്കൃതമായി. എന്നിട്ട് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഹാസ്യ രൂപത്തിൽ പറയും. ഇതാണ് ചെയ്യുന്നത്. മലയാളം ട്രാൻസ്ലേഷൻ ഹാസ്യ രൂപത്തിൽ പറയും. അപ്പോൾ സദസ്സിലിരിക്കുന്ന ആളുകളെ ചിലപ്പോൾ കളിയാക്കും, വേദിയിലിരിക്കുന്ന ആളുകളെ ചിലപ്പോൾ എന്ത് ചെയ്യും, ആരെങ്കിലും കളിയാക്കും. ചിലപ്പോൾ രാജാവിനെയോ ചിലപ്പോൾ മറ്റാരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, ഇതിനെ കണക്ക് കളിയാക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പറയുന്നത് ഇത് വിദൂഷകൻ എന്ന് പറയും. വിദൂഷകൻ സംസ്കൃതത്തിൽ സംസാരിക്കുക, അതായത് മലയാളത്തിൽ സംസാരിക്കാം, സംസ്കൃതത്തിൽ എന്ത് ചെയ്യും, ശ്ലോകങ്ങളാണ് പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ ഇവിടെ ഗോഷ്ഠി കാട്ടുക എന്ന് കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, അത് വിദൂഷകനെ കുറിച്ചാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദൂഷകൻ്റെ ആദ്യത്തെ പെർഫോമൻസ്. അപ്പോൾ ആദ്യ കഥാപാത്രത്തിൻ്റെ പേര് വിദൂഷകൻ. വിദൂഷകൻ വന്ന് ഏതൊക്കെ ഭാഷ സംസാരിക്കും, ആദ്യ സംസ്കൃത ശ്ലോകം, പിന്നീട് ഹാസ്യ രൂപത്തിൽ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ്റെ കാര്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിദൂഷകൻ്റെ ജസ്റ്ററിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വരണം മക്കളെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഈ കൊടുത്തിരിക്കുന്നത്.
ദ മെയിൽ ക്യാരക്ടർ ഹൂ പെർഫോംസ് കൂടിയാട്ടം ദ ചാക്യാർ എന്നാണെന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിയാട്ടത്തിൽ പുരുഷനായിട്ടുള്ള കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചാക്യാരാണ്. അടുത്തത് ദ ഫീമെയിൽ ക്യാരക്ടർ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? നങ്ങിയാർ എന്ന് വിളിക്കുന്നു. ഫീമെയിൽ ക്യാരക്ടർ ആണെങ്കിൽ നങ്ങിയാർ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് വെൻ ദ ചാക്യാർ നറേറ്റ്സ് എ പുരാണിക് സ്റ്റോറി ഇറ്റ് ഈസ് കാൾഡ് ചാക്യാർ കൂത്ത്. വെൻ ദ നങ്ങിയാർ നറേറ്റ്സ് എ പുരാണിക് സ്റ്റോറി ഈസ് കാൾഡ് നങ്ങിയാർ കൂത്ത് എന്നാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ ചാക്യാർ കൂത്തും നങ്ങിയാർ കൂത്തും എന്താണെന്നാണ്. എന്താണെങ്കിലും ഞാൻ നിങ്ങളോട് പറയാണ്, കൂടിയാട്ടത്തിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. ചാക്യാർ കൂത്തെന്ന് പറഞ്ഞാൽ ഒരു ചാക്യാർ വരുന്നു, ആ ചാക്യാർ വന്നിട്ട് ഒരു സംസ്കൃത അതായത് ഒരു കഥാപ്രസംഗം നടത്തുകയാണ്. സംസ്കൃത കഥാപ്രസംഗം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആധാരമായിട്ടുള്ള കഥ എഴുതിയേക്കണത് ചിലപ്പോൾ എന്താണ്? സംസ്കൃതത്തിലായിരിക്കും. പക്ഷേ അദ്ദേഹം ആ സംസ്കൃതം പറഞ്ഞിട്ട് മലയാളത്തിൽ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ആ സമയത്ത് വേദിയിലോ സദസ്സിലോ ഇരിക്കുന്ന ആരെ വേണമെങ്കിലും അദ്ദേഹത്തിന് വിമർശിക്കാം, കളിയാക്കാം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ പല ചാക്യാർമാർക്കും അങ്ങനെ രാജാക്കന്മാരെ നാട് വരെ കടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം പണ്ട് കാലത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നങ്ങിയാർ കൂത്തിനകത്ത് അങ്ങനെയല്ല. നങ്ങിയാർ കൂത്തിനകത്താണെങ്കിൽ ശ്രീകൃഷ്ണനെ കുറിച്ചും ശ്രീകൃഷ്ണന്റെ കഥകളെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞ് നൃത്തം ചെയ്യുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നങ്ങിയാർ കൂത്ത്. ഇതിൻ്റെ പ്രത്യേകത രണ്ടും സോളോ പെർഫോമൻസ് ആണ്, ഓരോരുത്തരേ ഉണ്ടാവുള്ളൂ. ചാക്യാർ കൂത്തിലും അതുപോലെ തന്നെയാണ്, നങ്ങിയാർ കൂത്തിലും എന്താണ്? അതുപോലെ തന്നെയാണെന്നുള്ളത് എന്ത് ചെയ്യാണ്? പറയാണ് കേട്ടോ. ഇൻ കൂടിയാട്ടം ദ മിഴാവ് ഈസ് പ്ലേഡ് ബൈ ദ നമ്പിയാർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്നതനുസരിച്ച് മിഴാവ് പ്ലേ ചെയ്യുന്ന ആരാണ്? നമ്പിയാരാണെന്നുള്ളതാണ്. അപ്പോൾ ചാക്യാർ ആരാണെന്നറിയാം, നങ്ങിയാർ ആരാണെന്നറിയാം, നമ്പിയാർ ആരാണെന്നറിയാം, ചാക്യാർ കൂത്ത് എന്താണെന്നറിയാം, നങ്ങിയാർ കൂത്ത് എന്താണെന്നറിയാം. നമുക്ക് ടോപ്പിക്കായിട്ട് ഇതൊക്കെ പിന്നെ പഠിക്കാം കേട്ടോ. അടുത്തത് കേൾക്കുക. ദ പേഴ്സൺ നോൺ ആസ് ദ പാട്രിയാക് ഡോയൺ ഓഫ് കൂടിയാട്ടം എന്നറിയപ്പെടുന്ന അമ്മന്നൂർ മാധവ ചാക്യാരാണ്. അതായത് നമ്മളിവിടെ പറയുന്ന അനുസരിച്ച് ഇതൊരു വിശേഷണമാണ്. വിശേഷണത്തിനെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ്? കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്, കൂടിയാട്ടത്തിന്റെ കുലപതി. ഇതാണ് നമ്മൾ പറയുന്നത് ദ പാട്രിയാക് ഓഫ് കൂടിയാട്ടം. നോൺ ആസ് ദ പാട്രിയാക് ഓഫ് കൂടിയാട്ടം എന്ന് വെച്ചാൽ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. മക്കളെ, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ PSCയുടെ ഉത്തരസൂചിക പ്രകാരം ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ്. എന്നാൽ അല്ലാതെയുള്ള ആളുകൾക്കിടയിൽ പറയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, ഗുരു മാണി മാധവ ചാക്യാരെയും കൂടിയാട്ടത്തിന്റെ കുലപതിയായി പറയപ്പെടുന്നുണ്ട്. ഞാൻ ഈ രണ്ട് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങളോട് എടുത്തു പറയാണ് ആൻസർ ആരായിരിക്കും. അതാരാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ്. PSC തരുന്ന ഉത്തരമല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ്. അടുത്തത് നോക്കുക, കഥകളിയും കൂടിയാട്ടത്തിനെയും കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, മാർഗി എന്ന ഓർഗനൈസേഷനാണ്. രണ്ടിൻ്റെയും റിവൈവലിന് വേണ്ടിയിട്ട്, കഥകളിയുടെ കൂടിയാട്ടത്തിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാർഗിയെക്കുറിച്ച് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മാർഗീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ തിരുവനന്തപുരം എന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. മാർഗി തിരുവനന്തപുരത്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. തിരുവനന്തപുരത്താണ് മാർഗിയുടെ ആസ്ഥാനം. അടുത്ത ടെമ്പിൾസ് ഇൻ കേരള വെയർ കൂടിയാട്ടം ഈസ് പെർഫോംഡ് എവറി ഇയർ. കൂടൽമാണിക്യം ടെമ്പിൾ ഇരിഞ്ഞാലക്കുട ആൻഡ് വടക്കുംനാഥൻ ടെമ്പിൾ തൃശ്ശൂർ. കേട്ടിരിക്കുക. കൂടിയാട്ടം എല്ലാ വർഷവും അവതരിപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട്, ആ രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾ അത് ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ, ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടാണ്. നല്ല ചോദ്യമായിരിക്കും, കേൾക്കുക. കൂടിയാട്ടം എല്ലാ വർഷവും അവതരിപ്പിക്കുന്നത് ഒന്ന് കൂടൽമാണിക്യം ക്ഷേത്രം ഇരിഞ്ഞാലക്കുടയിലും വടക്കുംനാഥൻ ക്ഷേത്രം അതെവിടെയാണ്? തൃശ്ശൂരുമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഓർമ്മിക്കണം കേട്ടോ. ദ ഫസ്റ്റ് ഇന്ത്യൻ ഡാൻസ് ഫോം ടു ബി ഇൻക്ലൂഡഡ് ഇൻ യുനെസ്കോസ് ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് കൂടിയാട്ടം ഇൻ 2001. ഇതാണ് ഇവിടെ നിങ്ങൾ കേൾക്കുക. ഇവിടെ മുതലാണ് ശരിക്കും കൂടിയാട്ടത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ പഠിച്ചു വരുന്ന ഇന്ത്യൻ ചരിത്രം എടുത്താൽ അല്ലെങ്കിൽ കേരള ചരിത്രം എടുത്താൽ എത്ര സ്ത്രീകൾക്ക് മാന്യമായി, ഞാൻ വീണ്ടും പറയുന്നു, മാന്യമായിട്ട് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാട് നമ്മുടേതാണോ? അല്ല. കുറച്ച് നാളുകളായിട്ട് ഒരു 100 വർഷം എടുത്തു കഴിഞ്ഞാൽ ആ 100 വർഷത്തിനിടയിൽ ഒരു സ്ത്രീക്ക് തൻ്റെ അവകാശങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന കാലമാണ്.
ആ കാലത്താണ് നിങ്ങൾ ആലോചിക്കുക, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഒരു വേദിയിൽ വന്ന് നിന്ന് ഒരു വേഷം അവതരിപ്പിക്കുകയാണ്, കഥാപാത്രം അവതരിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊരു ഒരു തുല്യ പങ്കാളിത്തം എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പരിപാടിയാണ് ഇവിടെ ഉള്ളത്. അത് വെറുതെ ആണോ? അല്ല. ഒരു സംസ്കൃതം നാടകം ഉണ്ടാവും, ആ നാടകമാണുള്ളത്. നാടകം മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഉണ്ടാവുന്നത് എന്താണ്? കഥയാണ്. കഥാപാത്രമായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാട്ടത്തിന് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ കൂടിയാട്ടം തന്നെ എന്ത് ചെയ്യാണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുകയാണ്. മക്കളെ കേട്ടോ, 2001 വരെ ഒരൊറ്റ കലാരൂപങ്ങൾ ഇന്ത്യയിൽ നിന്ന് യുനെസ്കോയുടെ ജൈവ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഇന്ത്യയിൽ നിന്നൊരൊറ്റ കലാരൂപം അതിനകത്ത് വന്നിട്ടില്ല. ആദ്യമായിട്ട് വരുന്നത് ആരാണ്? അത് കൂടിയാട്ടമാണ്. എന്നാണ്? 2001. മക്കളെ എത്രാമത്? ഒന്നാമത്. മനസ്സിലായല്ലോ? ഒന്നാമത് ആര്? കൂടിയാട്ടം. കലാരൂപങ്ങളിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് കൂടിയാട്ടം എന്ന് 2001. ആ 1 വെച്ച് ഒന്നാമത് എന്ന് ഓർമ്മിക്കാം അല്ലേ? ഈ 1 എടുത്ത് ഇപ്പുറത്തിട്ടാൽ 2010 ആവൂലേ അല്ലേ? 2010 നിങ്ങൾ ഓർമ്മിക്കണം, മുടിയേറ്റെന്ന് ഓർമ്മിക്കണം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ 2 കലാരൂപങ്ങൾ, ഇന്ത്യയിൽ ആദ്യമായിട്ടും കേരളത്തിൽ ആദ്യമായിട്ടും ആര്? കൂടിയാട്ടം 2001. ആ 1 എടുത്ത് ഇപ്പുറത്തിട്ടാൽ 2010 രണ്ടാമത്തത് ആര്? മുടിയേറ്റ്. മറക്കുവോ? മറക്കൂല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞ് ഇപ്പോൾ കൂടിയാട്ടത്തിന് എന്നാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തത്? 2001. മുടിയേറ്റിന് 2010. ഏത് പട്ടികയിൽ ഇടം നേടി? ഏത് പട്ടിക? പൈതൃക പട്ടിക എന്നല്ല, മുഴുവൻ പേര് പറ. യുനെസ്കോയുടെ ജൈവ സാംസ്കാരിക പൈതൃക പട്ടികയിൽ. ജൈവ സാംസ്കാരിക പൈതൃക പട്ടിക. മാറിപ്പോവില്ലല്ലോ? ഇല്ല. ഇനി മക്കളെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാണ്. ഏത് പട്ടികയിൽ, ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് യുനെസ്കോ ഇതിനെ വിശേഷിപ്പിച്ച വിശേഷണം എന്താണ്? കൂടിയാട്ടത്തിന്. ഇതാ കേൾക്കുക. മനുഷ്യ രാശിയുടെ അനശ്വര കലാരൂപം. പറഞ്ഞോ. മനുഷ്യ രാശിയുടെ അനശ്വര കലാരൂപം. പറഞ്ഞോ. മനുഷ്യ രാശിയുടെ അനശ്വര കലാരൂപം എന്നറിയപ്പെടുന്നത് ആര്? കൂടിയാട്ടമാണെന്ന് വളരെ പ്രധാനമായിട്ടും പറയാണ്. കേട്ടോ. നെക്സ്റ്റ്, പ്രൊമനൻസ് കൂടിയാട്ടം ആർട്ടിസ്റ്റസ്. ഇത് അവിടെ പറയുന്നുണ്ട്. അമ്മന്നൂർ മാധവ ചാക്യാർ, ഗുരു മാണി മാധവ ചാക്യാർ ആൻഡ് പൈങ്കുളം രാമൻ ചാക്യാർ എന്ന് പറയുന്നുണ്ട്. നോക്കുക, ഈ പേരുകളെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന മറ്റൊരു പേരുണ്ട്, കലാമണ്ഡലം. കലാമണ്ഡലം ശിവൻ നമ്പൂതിരി. ഈ പേരോട് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നോളാം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരാണ്. അത്രയ്ക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ കേൾക്കുക, അമ്മന്നൂർ മാധവ ചാക്യാർ. ഇനി മാറിപ്പോവരുത്, ഗുരു മാണി മാധവ ചാക്യാർ. അടുത്ത പേര് പൈങ്കുളം രാമചാക്യാർ. പൈങ്കുളം രാമചാക്യാർ. കലാമണ്ഡലം ശിവൻ നമ്പൂതിരി. ഈ പേരുകൾ മറന്നു പോരുത്, വളരെ പ്രധാനപ്പെട്ട പേരുകളാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കലാരൂപത്തിൻ്റെ പേര് കൂത്തെന്നാണ്. ഞാനിത് തുടക്കത്തിലേ പറയാണ്, നമ്മളിപ്പോൾ പഠിച്ചത് കൂടിയാട്ടമാണ്. ഈ കൂടിയാട്ടത്തിൽ നിന്ന് നമുക്ക് ശരിക്കും അടുത്ത് പഠിക്കാൻ പറ്റുന്ന ഭാഗം ഈ കൂത്താണ്. കാരണം ഒരു സീരീസ് പോലെ പഠിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കലയാണ്. കലയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാണ് ഞാനിവിടെ പറഞ്ഞത്. അവതരിപ്പിക്കുന്ന ഒരു കാര്യം. അതിപ്പോൾ ഡാൻസ് ആവാം, പാട്ടാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടുണ്ടാവുമല്ലോ. ആ അവതരിപ്പിക്കുന്ന കാര്യമാണ് ഇതിനകത്ത് ഈ കൂത്തം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ചിലപ്പോൾ ഇത് നമുക്കത് ഒരു കലാരൂപത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം വെക്കാം, അല്ലെങ്കിൽ കൂടിയാട്ടത്തിൻ്റെ കൂടെ നമുക്ക് വെക്കാൻ പറ്റും. എന്താണെങ്കിലും ശരി, ഈ കലാരൂപത്തിന് കൂടിയാട്ടമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. നമ്മൾ എന്താണെന്ന് നോക്കാൻ പോവാണ്. നോക്കുക. An art form performed in temples both as a part of കൂടിയാട്ടം ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഇറ്റ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതായത് പറയുന്നത് ഇത് ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ച് വരുന്നൊരു കലാരൂപം ആയിരുന്നു, ആദ്യകാലത്തായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ സ്ഥലങ്ങളിലും അവതരിപ്പിച്ച് വരുന്നുണ്ട്. ഇത് ചിലപ്പോൾ നമ്മൾ ഈ കൂടിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കാം, ചിലപ്പോൾ അതിൽ നിന്ന് മാറി ഇത് മാത്രമായിട്ട് സ്വതന്ത്രമായി എന്ത് ചെയ്യാം, അവതരിപ്പിക്കാം. അങ്ങനെ പറ്റുന്ന ഒരു കലാരൂപത്തിന് വിളിക്കുന്ന പേര് കൂത്തെന്നാണ്. അടുത്തൊരു കൂത്ത് ഈസ് ആൻ ആർട്ട് വിച്ച് ഈസ് സ്പോക്കൺ വേർഡ്, വാചിക ഈസ് പ്രൊബഡൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ വാചിക അഭിനയത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കലാരൂപത്തിൻ്റെ പേരാണ് കൂത്ത്. അതായത് വാചിക അഭിനയം എന്ന് വെച്ചാൽ സംഭാഷണങ്ങൾ, ശ്ലോകങ്ങൾ, ഗാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വായ്ത്താരികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വരുന്ന ഒന്നായിരിക്കും നമ്മൾ ഈ പറയുന്ന അനുസരിച്ച് കൂത്തെന്ന് പറയുന്നത്. ഇൻ കൂത്ത് എപ്പിസോഡ്സ് ഫ്രം ദ പുരാണാസ് ആൻഡ് ദ എപ്പിക്സ് ആർ ആക്റ്റഡ് ഔട്ട് ഓഫ് നറേറ്റഡ് ടു ദ ഓഡിയൻസ് എന്നിവിടെ പറയുന്നുണ്ട്. കൂത്തിനകത്ത് എപ്പിസോഡ്സ് ഫ്രം ദ പുരാണാസ്, അതായത് പുരാണത്തിലുള്ള ഓരോരോ ഭാഗങ്ങൾ എപ്പിസോഡുകളായിട്ട് എപ്പിക്, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ അഭിനയിച്ചും എക്സ്പ്ലെയിൻ ചെയ്തും എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിയൻസിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറ്റ് ഈസ് എൻ ആർട്ട് ഫോം ഓഫ് ദാറ്റ് ഫോളോ സോളോ ആക്ടിങ് സ്റ്റൈൽ എന്നുള്ളതാണ്. ഇത് ഒരു സോളോ ആക്ടിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് നിന്നാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന അനുസരിച്ച് കൂടിയാട്ടത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ഇത് അവതരിപ്പിക്കാൻ പറ്റും. വാചിക അഭിനയത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പുരാണത്തിൽ നിന്നുള്ള പഴയ എപ്പിസോഡുകളാണ് ഇതിൽ പ്രധാനമായിട്ടും അവതരിപ്പിച്ചു വരുന്നത്. ഇതിൻ്റെ സോളോ ആക്ടിങ് സ്റ്റൈലാണ് ഉള്ളത്. അടുത്ത് കേൾക്കുക, കൂത്ത് ഹാസ് 2 സ്റ്റേജസ് എന്നാണ് ഇവിടെ പറയുന്നത്. കൂത്ത് 2 തരത്തിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കേൾക്കുക, ഒന്ന് കഥാഭിനയം എന്ന് പറഞ്ഞാൽ നറേഷൻ ഓഫ് സ്റ്റോറിയാണ്. ഏത് കഥയാണോ അവതരിപ്പിക്കുന്നത് ആ അവതരിപ്പിക്കുന്ന കഥയെ അത് അഭിനയിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് മാക്സിമം എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ശൈലി എന്താണെന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിലേക്ക് ഇതിനെന്ത് ചെയ്യുക, ഇത് അവതരിപ്പിക്കുക. അടുത്ത് നമ്മൾ വിളിക്കുന്നതാണ് നാടകാഭിനയം എന്നാണ്. നാടകാഭിനയം എന്ന് വെച്ചാൽ ട്രാക്ട് എനാക്ട്മെന്റ് എന്നുള്ളതാണ്. അതായത് കഥാഭിനയത്തിനകത്ത് തന്നെ പറയപ്പെടുന്ന കുറച്ചൊരു എക്സ്പ്ലനേഷനാണ്. ഈ കഥാഭിനയം എങ്ങനെയാണോ ആ കാണുന്നതിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡ്രാമാറ്റിക് ലെവലിലേക്ക് എന്ത് ചെയ്യുക, ഇതിനെ കൊണ്ടുപോകുന്നതാണ്. അടുത്തൊരു കൂത്ത് ഈസ് പെർഫോംഡ് ഇൻ ദ കൂത്തമ്പലം എന്നാണ്. അതായത് ക്ഷേത്രകലയാണെന്ന് പറയുമ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതെന്താണ്, ഇതൊരു ക്ഷേത്രകലയാണ് എന്ന് പറയുമ്പോഴേ മനസ്സിലാക്കുക ഇത് കൂത്തമ്പലത്തങ്ങൾക്കകത്ത് വെച്ചായിരിക്കും പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ 2 സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കഥാഭിനയവും നാടകാഭിനയവുമാണ്. കൂത്തമ്പലത്തിനകത്താണ് കൂത്തെന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത്, സിൻസ് ഇറ്റ് വാസ് പെർഫോംഡ് ഓൺലി ബൈ മെമ്പേഴ്സ് ഓഫ് ദ ചാക്യാർ കമ്മ്യൂണിറ്റി ഇൻ ഏർലിയർ ടൈംസ് ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ചാക്യാർ കൂത്ത് എന്നിവിടെ പറയപ്പെടുന്നു. അതായത് ചാക്യാർ കൂത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇത് തുടങ്ങുന്ന സമയത്ത് ചാക്യാർ ഫാമിലിയിൽ പെടുന്ന, കമ്മ്യൂണിറ്റിയിൽ പെടുന്ന, അതായത് ആ വംശത്തിൽ പെടുന്ന ആളുകളാണ് ഇത് അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചാക്യാർ കൂത്ത് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ബോത്ത് കൂത്ത് ആൻഡ് കൂടിയാട്ടം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്, മിഴാവ് എന്നുള്ളത് എന്ത് ചെയ്യണം, മറന്നു പോകാണ്ടിരിക്കണം. കൂടിയാട്ടത്തിലും അതുപോലെ തന്നെ ഏതിലും ഈ പറയുന്ന അനുസരിച്ച് കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണത്തിൻ്റെ പേര് ചോദിച്ചാൽ അത് ഏതാണ്, മിഴാവാണ്. ഇനി നമ്മൾ നേരെ പഠിക്കുന്ന ആരെക്കുറിച്ചാണ്, ചാക്യാർ കൂത്തിനെ കുറിച്ചാണ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ചാക്യാർ അവതരിപ്പിക്കുന്ന ഒരു സംസ്കൃത കഥാപ്രസംഗം. ആ സംസ്കൃത കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ സംസ്കൃത നാടകത്തിനെ ആയിരിക്കും അത് മലയാളത്തിലേക്ക് എന്ത് ചെയ്തത്, അവതരിപ്പിച്ചു തരുന്നത് കേട്ടോ. ചാക്യാർ കൂത്ത് ഈസ് പെർഫോംഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ഡ്രസ്ഡ് ആസ് ദ വിദൂഷക ജസ്റ്റർ എന്നിവിടെ പറയുന്നുണ്ട്. അതായത് വിദൂഷകന്റെ വേഷം കെട്ടി വന്ന ഒരാൾ ചാക്യാർ കൂത്തിൽ വന്ന് എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചാക്യാർ കൂത്ത് ഈസ് പെർഫോംഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ഡ്രസ്ഡ് ആസ് ദ വിദൂഷക എന്നിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിദൂഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിപ്പിക്കുന്ന ആളാണ്, മലയാളം സംസാരിക്കുന്ന ആളാണ്. വിദൂഷകനെ പോലെ വേഷം കെട്ടിയ ഒരാളാണ് ചാക്യാർ കൂത്തിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ദ പെർഫോമൻസ് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ ദ ആംഗിക ആൻഡ് സാത്വിക മോഡ്സ് ഓഫ് എക്സ്പ്രഷൻ എന്നിവിടെ പറയുന്നുണ്ട്. ഔട്ട് ത്രൂ എന്ന് പറയുമ്പോൾ, പെർഫോമൻസ് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ എന്ന് പറയുമ്പോൾ ആംഗിക അതുപോലെ സാത്വിക മോഡ്സ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത നങ്ങ്യാർ കൂത്തിനെ കുറിച്ച് പറഞ്ഞാൽ കേൾക്കുക. നങ്ങ്യാർ കൂത്ത് ഈസ് പെർഫോംഡ് ബൈ ദ വുമൺ ഓഫ് നങ്ങ്യാർ കമ്മ്യൂണിറ്റി നോൺ ആസ് നങ്ങ്യാരമ്മ. അതായത് നങ്ങ്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത് ഒരു സോളോ പ്രോഗ്രാം ആയിട്ടാണ്. അത് അവതരിപ്പിക്കുന്നത് ഒരാളാണ്. ആ ഒരാൾ നങ്ങ്യാരമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അവരുടെ പ്രായം വെച്ചല്ല നങ്ങ്യാരമ്മ എന്നറിയപ്പെടുന്ന, അവർ അവതരിപ്പിക്കുന്നത് കൊണ്ട് അറിയപ്പെടുന്ന പേരെന്താണ്, നങ്ങ്യാരമ്മ എന്നാണ്. നമ്മൾ ഈ കൂടിയാട്ടത്തിൽ പറയപ്പെടുന്ന, അല്ലെങ്കിൽ കൂടിയാട്ടത്തിൽ SCRT കൊടുത്തിരിക്കുന്ന ഒരാളുണ്ട്, കുലശേഖര ആഴ്വാർ എന്നാണ് ആളിൻ്റെ പേര്. അദ്ദേഹമാണ്
ഈ 7ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പെരുമാൾ തിരുമൊഴി എന്ന പുസ്തകം എഴുതിയത് ആരാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ കുലശേഖര ആഴ്വാരാണ് ശരിക്കും ഈ കൂടിയാട്ടം പരിഷ്കരിച്ച ആൾ. അപ്പോൾ അദ്ദേഹം ഒരു നങ്ങ്യാർ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹം കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് ഈ നങ്ങ്യാർ കൂത്തുണ്ടായത്. അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നങ്ങ്യാർ സ്ത്രീ വന്ന് അവതരിപ്പിക്കുന്ന ഒന്നായിട്ടാണ് തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. വിശ്വസിക്കപ്പെടുന്നതാണ്. ഞാനിവിടെ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ SCERT ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് ചോദിച്ചതാണ്. അപ്പോൾ നങ്ങ്യാരമ്മ എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ നങ്ങ്യാർ കൂത്ത് അവതരിപ്പിക്കുന്ന സോളോ അവതരിപ്പിക്കുന്നത് ആരാണോ ആ വ്യക്തിയാണ് നമ്മളിവിടെ ഈ കാര്യമായിട്ട് പറയുന്നത്. അടുത്തത് ദർ ഈസ് നോ ഡയലോഗ് ഇൻ നങ്ങ്യാർ കൂത്ത് എന്നാണ് ഇവിടെ പറയുന്നത്. നോ ഡയലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, വാചിക അഭിനയം ഇല്ല. ഓൾറെഡി അത് ഒരാൾ പാടിക്കൊടുക്കും, അതിനനുസരിച്ചുള്ള ഡാൻസിങ്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് സ്റ്റോറി ടോൾഡ് ത്രൂ എക്സ്പ്രസീവ് ഹാൻഡ് ജെസ്റ്റേഴ്സ് മുദ്രാസ് എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പോകുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നൊരു മറ്റൊരു കാര്യമുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. ഈ കാണുന്നത് കോസ്റ്റ്യൂമാണ്. ഈ കോസ്റ്റ്യൂമിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഇതിൽ ചുവന്ന ഈ കൊടുത്തിരിക്കുന്ന ചുവന്ന തെറ്റിപ്പൂവാണ്. ആ ചുവന്ന തെറ്റിപ്പൂവ് അതുപോലെ തന്നെ ഉടയാടയിൽ ചുവന്ന സാന്നിധ്യം കാണാൻ പറ്റും. പിന്നെ ഈ കൊടുത്തേക്കൊണ്ട് നാഗഫണമാണ്, അതായത് ഒരു നാഗത്തിൻ്റെ മുദ്ര. ഇതെല്ലാം കേരളത്തിലെ ഭഗവതീ സങ്കല്പങ്ങളുടെ ഒരു എക്സ്പ്രഷനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഉള്ളത് ദശമം കൂത്ത്. ദശമം കൂത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നങ്ങ്യാർ കൂത്തിൻ്റെ വേറെ ഒരു എക്സ്പ്രഷനാണ്. ശരിക്കും പറഞ്ഞാൽ നങ്ങ്യാർ വിഭാഗത്തിൽപ്പെടുന്ന ആരുടെയെങ്കിലും ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൂത്താണ്, ഒരു അവതരണ കലയാണ് ദശമം കൂത്ത്. നങ്ങ്യാർ കൂത്തിൻ്റെ വേറൊരു എക്സ്പ്രഷനാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നങ്ങ്യാർ കൂത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തൽക്കാലം വേണ്ടത്. വേറെ കാര്യങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല.